ചിപ്പ് ഗ്ലൂ കൊണ്ട് അറ്റാക്ക് തുടങ്ങിയാൽ എല്ലാവരും ഉടുമ്പ് പോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. കീക്കോ ഈ ഡമ്മി വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത്? 2 വേർഡ്സിൽ പറയണമെങ്കിൽ കിക്ക് പ്രാക്ടീസ്. പക്ഷേ കീക്കോയ്ക്ക് എല്ലാ കിക്കും നന്നായിട്ട് അറിയാലോ. ഇപ്പൊ സ്പെഷ്യലായിട്ട് ഏത് തരം കിക്കാ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ കാല് തറയിൽ തൊടാതെ കാറ്റിൽ പറക്കുന്ന സമയത്ത് തന്നെ കിക്ക് ചെയ്യാനുള്ള പ്രാക്ടീസ് ആണ്. കാല് താഴെ വെക്കാതെ കിക്ക് ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രയാസമല്ലേ? എത്ര കഷ്ടമാണെന്ന് വെച്ചാൽ ആഹാരം എന്നിൽ നിന്ന് ഒരുപാട് ദൂരെ ഉള്ളത് പോലെ. പറഞ്ഞപ്പോ വീണ്ടും എനിക്ക് വിശപ്പ് തുടങ്ങി. ഞാനെന്തെങ്കിലും കഴിക്കട്ടെ? പ്രയാസമാണ്, അതുകൊണ്ടാണല്ലോ പ്രാക്ടീസ് ചെയ്യുന്നത്. ട്വിങ്കിൾ, നീ ഇപ്പൊ റെഡിയാണോ? 2 വേർഡ്സിൽ പറയണമെങ്കിൽ സൂപ്പർ റെഡി. ഓക്കേ, ഞാൻ മേളിലോട്ട് ഡൈവ് ചെയ്യുന്ന സമയത്ത് നീ ഡമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിക്കൊണ്ടിരിക്കണം. കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്താലേ എനിക്ക് കിക്ക് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. എന്റെ ദൈവമേ, കീക്കോ എത്ര പെട്ടെന്ന് ബാലൻസ് ചെയ്ത് നിന്നത്, അതും ഡൈവ് ചെയ്യുന്ന സമയത്ത്. ഇതൊക്കെ കാണുമ്പോ എനിക്ക് വിശപ്പ് ഒരുപാടങ്ങ് കൂടുകയാ. ഞാനെന്തെങ്കിലും കഴിക്കട്ടെ? ഈ മേഘങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്നാ വന്നത്. ഒരല്പം സൂക്ഷിച്ച് ചട്പട്ട്. പേസ്റ്റ് വെച്ചൊട്ടിക്കുന്ന ഈ ഡൈ പ്ലേറ്റ് സുരക്ഷിതമായിട്ട് സൺസിറ്റിയിൽ കൊണ്ടുപോയി എത്തിക്കേണ്ടതാണ്. ഡോണ്ട് വെറി മേയർ. ഒരു പക്ഷേ കടലിനടിയിൽ നിന്നും അഗ്നിപർവ്വതം പൊട്ടിയാലും ശരി, ഞാൻ നിങ്ങളെ സൺസിറ്റിയിൽ കൊണ്ട് ചേർത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. എന്ന് വെച്ചാൽ സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ അദ്ദേഹം ആ ഡൈ പ്ലേറ്റിനെ വളരെ സേഫ് ആയി സൺസിറ്റിയിൽ കൊണ്ടുപോയി എത്തിക്കുമെന്നാ, അല്ലേ സാറേ? കറക്റ്റ്. ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം ജൂനിയർ, കുറുമ്പുകൾ ചെയ്യുന്ന കുട്ടികളെ ചട്ടമ്പി എന്ന് പറയും. കള്ളൻ പരുന്തിനെ പോലെ പറഞ്ഞാലും ഞാൻ അത് കണ്ടുപിടിക്കും. അതാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്പാറ്റ്. കാലക്കി സാറേ, സൂപ്പർ പോയിന്റ് സാറേ. ഞാൻ അതൊന്ന് എന്റെ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. പരുന്തിന്റെ ചിറകാണ് ഹെലികോപ്റ്ററിൽ തട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോയിന്റ് കട്ട് ചെയ്തേക്കാം. ഓക്കേ ട്വിങ്കിൾ, നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. ഇപ്പൊ ചെയ്ത കിക്ക് 2 വേർഡ്സിൽ പറയണമെങ്കിൽ വെരി ഡിഫിക്കൽട്ട്. സംഗതി ഡിഫിക്കൽട്ട് ആണ്, പക്ഷെ അത് ഇംപോസിബിൾ അല്ല. നീ വേണമെങ്കിൽ നോക്കിക്കോ, ആ സ്റ്റൈലിലുള്ള കിക്ക് ഞാൻ തീർച്ചയായും പഠിക്കും. അത്തരം കിക്കൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല കിക്കോ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തവൻ മണ്ടനാണ്. ടോണി ബോസ് പേടിത്തൊണ്ടനാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. നീ ഇപ്പൊ എന്താടാ പറഞ്ഞ? ബോസ്, ഞങ്ങളല്ല അങ്ങനെ പറഞ്ഞത്, മറ്റുള്ളവരാ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങളെ കാല് തറയെ തൊടാതെ അതുപോലൊരു സെയിം കിക്ക് ചെയ്യ്. കീക്കോടെ മുമ്പിൽ അത് ചെയ്ത് കാണിച്ച് നിങ്ങൾ പേടിത്തൊണ്ടെന്നല്ലെന്ന് തെളിയിക്കേ. ഇപ്പൊ ഞാൻ കിക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ള ബാക്കി കാര്യം. റെഡി ബോസ്, ഇപ്പൊ നിങ്ങൾ ജമ്പ് ചെയ്യ്. ഞാൻ ടാർഗറ്റിനെ ഇങ്ങോട്ടും അങ്ങോട്ടും ആക്കിക്കൊണ്ടിരിക്കാം. കിക്കിന്റെ കാര്യം വിട്ടേക്ക്, അത് കണ്ടില്ലേ? ടോണി ബോസ് തറയിൽ കാല് വെക്കാതെ എങ്ങനാ കിടന്ന് കറങ്ങുന്നതെന്ന് കണ്ടില്ലേ? വെരി ഗുഡ് ബോസ്, വെരി ഗുഡ്. ഒരല്പ സമയത്തിനുള്ളിൽ നമുക്ക് സൺസിറ്റിയിൽ ചെന്നെത്താം. അതാ അത് കണ്ടോ?
ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും. റേഡിയോയിലൂടെ ആരോ ഗ്ലൂ വിൽക്കുകയാണെന്ന് തോന്നുന്നു. ഗ്ലൂ അല്ല ഞാൻ വിൽക്കുന്നത്, പക്ഷേ നോട്ടുകൾ അടിക്കാനുള്ള ആ ഡൈപ്ലേറ്റ് വാങ്ങാൻ വന്നതാ. നിങ്ങളും നിങ്ങളുടെ ഹെലികോപ്റ്ററും സുരക്ഷിതമായി ലാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ആ ഡൈപ്ലേറ്റ് താഴേക്ക് വേഗം വലിച്ചെറിഞ്ഞേക്ക്. ഈഷ്, ആരാ സംസാരിക്കുന്നത്? അവരെവിടുന്ന ഈ ഫോണിൽ സംസാരിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവര് കേൾക്കില്ലെന്നാ തോന്നുന്നത്. വേഗം ചെല്ലു ചട്ട്പട്ട്. നിങ്ങൾ വിഷമിക്കേണ്ട സർ, ഇത് ബുള്ളറ്റ് പ്രൂഫാണ്, റോക്കറ്റ് പ്രൂഫുമാണ്. ആർക്കും ഹെലികോപ്റ്ററിനെ ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. കലക്കി സാറേ, ഞാൻ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം സാർ. ഹെലികോപ്റ്റർ ബുള്ളറ്റ് പ്രൂഫ് ആണ്, പക്ഷേ ഗ്ലൂ പ്രൂഫ് അല്ലല്ലോ. ചിക്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഈഷ്, അവൻ നമ്മൾ വിടാതെ ഫോളോ ചെയ്ത് വരുന്നുണ്ടല്ലോ. ഹെലികോപ്റ്ററിന്റെ ഫാൻ ചുറ്റുന്നത് നിന്നുപോയി. ഇപ്പോൾ നമ്മൾ എല്ലാവരും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോ ജീവനോടെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പാരച്യൂട്ട് ഉപയോഗിച്ച് ചാടിയേ പറ്റൂ. ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും കുടുംബ പോലെ അങ്ങ് ഒട്ടിപ്പിടിക്കും. മേയർ അങ്കിൾ ഇന്ന് സൺസിറ്റിക്ക് വേണ്ടിയിട്ട് നോട്ടുകൾ പ്രിന്റ് ചെയ്യാനുള്ള പുതിയ ഡൈപ്ലേറ്റ് വാങ്ങാൻ പോയിരിക്കുക. പക്ഷേ ഇത്രയും നേരമായിട്ട് എന്താ വരാത്തത്? R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നു എന്ന് വെച്ചാൽ ഇവിടെ എവിടെയോ പ്രശ്നമുണ്ടെന്നർത്ഥം. സിഗ്നൽ അവിടെ നിന്നാണ് വരുന്നത്. ഉടൻ തന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലണമെങ്കിൽ ആദ്യം സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ, വിളിച്ചാലിടൻ അടി വന്നെത്തുന്ന ഹീറോ, ഉളങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിരില്ല വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, വേഗം അങ്ങോട്ട് പോ. തീർച്ചയായും അവിടെ എന്തോ പ്രശ്നമുണ്ട്. ഓക്കേ കീക്കോ. നോട്ടുകൾ അച്ചടിക്കുന്ന ഈ ഡൈപ്ലേറ്റ് ആദ്യം തന്നെ എനിക്ക് തന്നിരുന്നുവെങ്കിൽ ഇത്രയ്ക്കൊന്നും നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ചിപ്പ് ഗ്ലൂ കൊണ്ടങ്ങ് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിക്കും. ഗുഡ് മോർണിംഗ് മിസ്റ്റർ. ആ കാശ് പ്രിന്റ് ചെയ്യുന്ന ഡൈപ്ലേറ്റ് അത് ഞങ്ങളുടെ സൺസിറ്റിയുടേതാണ്. നിങ്ങൾ അത് തട്ടിപ്പറിച്ച് വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അത് ശരി കുട്ടികളെ, ഈ ചിപ്കുയെ നിങ്ങൾ പേടിപ്പിക്കുകയാണോ? പേടിപ്പിച്ചതല്ല, റിക്വസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ പ്ലീസ് ആ ഡൈപ്ലേറ്റ് തിരിച്ചു കൊടുത്തിട്ട് ചെയ്ത തെറ്റ് ശരിയാക്കൂ. എനിക്ക് തോന്നുന്നത് നിന്റെ ബോഡിയുടെ കൂടെ ചേർത്ത് നിന്റെ വായും ചേർത്തൊട്ടിച്ചേ പറ്റുന്നാ തോന്നുന്നേ. നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, ഈ ഗ്ലൂ എന്റെ കാലുകളിൽ ശരിക്കും ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. നിൽക്കൂ, വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 67 അപ്ലൈ ചെയ്. ഓക്കേ ഡൂഡ്, ഇനിഷിയേറ്റിംഗ് ഫോർമുല നമ്പർ 67. ആ ടയേഴ്സ് ബുള്ളറ്റ് പ്രൂഫ് ആണ്. നിക്ക്, ഞാൻ സ്പീഡ് ഒരൽപ്പം കൂട്ടാം. Zip zap zip zap zip zap zoo. Don't make a mistake, Chipku. Kiko, stop his glue attack. We're about to bring it back. Go 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 go. We shouldn't be out here, bro. The die plate needs to be saved. Kiko, the road will be paved. Go 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 go. Zip zap zip zap. Let's go. Go 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 go.
വാ വാ, എന്താ നിന്ന് കളഞ്ഞത്? ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും. സൂപ്പർ സ്പീഡോ, നിനക്കിനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നീ R7ലേക്ക് തിരിച്ചു പോയേക്ക്. പിന്നെ ഞാൻ ചിപ്കുനെ ഫോളോ ചെയ്യാം. ഓക്കേ കീക്കോ. കം ബാക്ക് ബഡി. R7ന്റെ അകത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഇപ്പൊ ആ ചെറുക്കനെയും നമ്മുടെ ഗ്ലൂ കൊണ്ട് എവിടെയെങ്കിലും ഒട്ടിപ്പിടിപ്പിച്ച് നിർത്തണം. എന്റെ ടാർഗറ്റിൽ നിന്ന് നീ രക്ഷപ്പെട്ട് ചാടി നീ എന്റെ അടുത്തേക്ക് വന്നത് മനസ്സിലായി. പക്ഷെ ഈ ഗ്ലൂവിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടും? അത് ഞാൻ ഓൾറെഡി ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നിനക്കെന്നെ ഈ ഗ്ലൂവിൽ നിന്ന് രക്ഷപ്പെടുത്താനാകുമോ? അതെ, എനിക്ക് അൾട്രാവേവിന്റെ ഹീറ്റ് കൊണ്ട് ഗ്ലോ റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊരല്പം സമയം പിടിക്കും. താങ്ക് യു സൂപ്പർ സ്പീഡോ. വേഗം ചെല്ല്, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ രക്ഷിക്കാം. ഇത് കണ്ടോ ബിട്ടു, ചിലർ പൈസ മോഷ്ടിക്കുന്നു. പക്ഷെ ഞാൻ ആ പൈസ പ്രിന്റ് ചെയ്യാനുള്ള ഡൈ പ്ലേറ്റ് തന്നെ മോഷ്ടിച്ചു. ഇനി എന്റെ ഇഷ്ടം പോലെ എത്ര പൈസ വേണമെങ്കിലും എനിക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും. എനിക്ക് കുറഞ്ഞ പക്ഷം 3 അല്ലെങ്കിൽ 4 മുളക് തരണം, അതും ചുവന്ന മുളക്. 3-4 മുളക് മാത്രമല്ല, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് 1 ലോഡ് മുളക് തന്നെ കൊണ്ടുവന്ന് ഇറക്കിയേക്കാം. പിന്നെ കിടക്കുന്നത്, എഴുന്നേൽക്കുന്നത്, കഴിക്കുന്നത്, കുടിക്കുന്നത് എല്ലാം മുളക് മെത്തയിൽ തന്നെ ചെയ്തോ. മുളകിന്റെ മെത്ത നമുക്ക് പിന്നീട് റെഡിയാക്കാം. ശരിക്കും ഈ ഡൈ പ്ലേറ്റ് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നീ പറഞ്ഞത് ശരിയാ, ഇപ്പൊ തന്നെ ചെക്ക് ചെയ്തേക്കാം. ബോസ്, ഇത് ഒറിജിനൽ നോട്ട് അല്ല. അവര് നമ്മളെ പറ്റിച്ചിരിക്കുകയാണ്. ഇതൊന്ന് ശരിക്കും നോക്കൂ. ഈ നോട്ട് ഒരു സൈഡ് മാത്രമേ പ്രിന്റ് ആയിട്ടുള്ളൂ, മറ്റേ സൈഡ് നിങ്ങളുടെ തല പോലെ എംപ്റ്റി ആണ്. എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ബോസ്, ഞാൻ തത്തമ്മയാണ്. പക്ഷെ അവര് നിങ്ങളെ ശരിക്കും പറ്റിച്ചിരിക്കുക. നോട്ടുകൾ ഒരു സൈഡ് മാത്രം പ്രിന്റ് ചെയ്യാനുള്ള ഡൈപ്ലേറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റേ സൈഡിന്റെ ഡൈപ്ലേറ്റ് അവരുടെ കയ്യിലാണുള്ളത്. അവരെല്ലാവരും ചേർന്ന് തന്നെ പറ്റിച്ചിരിക്കുകയാണല്ലേ. അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ടോട്ടൽ സൺസിറ്റിയും അനുഭവിക്കേണ്ടി വരും. ചിപ്കു 2 ഡൈപ്ലേറ്റും കൊണ്ടുപോയോ? ഇല്ല, രണ്ടാമത്തെ ഡൈപ്ലേറ്റ് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. നിന്റെ ഐഡിയ ശരിക്കും വർക്കൗട്ടായി. നീ പറഞ്ഞതുപോലെ ഞങ്ങൾ 2 ഡൈപ്ലേറ്റ്സിനെയും മാറ്റി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ, അതായത് രണ്ടാമത്തെ ഡൈപ്ലേറ്റ് നമ്മുടെ കയ്യിലാണെന്ന് ചിപ്കുവിന് മനസ്സിലാവുമ്പോൾ അവനത് തട്ടിപ്പറിക്കാൻ നമ്മളെ തേടി വരും. ഒരു പ്രാവശ്യം പണം പ്രിന്റ് ചെയ്യുന്ന ഡൈപ്ലേറ്റിനെ കൊള്ളയടിച്ചു പോയ കള്ളനെ ഞാൻ പിടിച്ചിട്ട് ഒരുപാട് ഇടിച്ചു. പിന്നെ അവൻ ചില്ലറ മോഷ്ടിക്കാൻ പോലും ഭയന്നിട്ടുണ്ട്.
സത്യമാണോ അങ്കിൾ? അല്ലാതെ പിന്നെന്താ? ഞാനിപ്പോ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ കോയിൻസ് വന്ന് വീഴട്ടെ. നിങ്ങൾ പറഞ്ഞത് എല്ലാം കള്ളമാണല്ലേ? ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് തുടങ്ങിയാൽ എല്ലാവരും ഉടുമ്പ് പോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. വിഷമിക്കേണ്ട കീക്കോ, ഇപ്രാവശ്യം ചിപ്കോയ്ക്ക് വേണ്ടിയിട്ട് ഓൾറെഡി പ്ലാൻ ചെയ്ത് നമുക്ക് അവനെ മടക്കാം. ഇതെവിടുന്നാ ഈ ശബ്ദം? ആ സൈഡിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും കൂടി എന്നെ മടക്കി പിടിക്കാൻ പ്ലാൻ ചെയ്യുകയാണ് അല്ലേ? ഞാൻ ഓൾറെഡി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് തുടങ്ങിയാൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും. സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. അവരെ എല്ലാവരും രക്ഷിക്ക്. ചിപ്കുന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കേ കീക്കോ. അത് കണ്ടോ? നിങ്ങളുടെ മരണം നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സൂപ്പർ സ്പീഡോ അവിടെ മറ്റുള്ള ജനങ്ങളെ രക്ഷിക്കുന്നതിൽ ബിസിയാണ്. പക്ഷെ നിങ്ങളെല്ലാവരെയും ആരാ രക്ഷിക്കാൻ പോകുന്നത്? ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ നിനക്ക് നല്ലതാണ്. നിങ്ങൾ ആ രണ്ടാമത്തെ ഡൈപ്ലേറ്റ് എനിക്ക് തന്നേക്ക്. പിന്നെ ഞാൻ ആ റോഡ് റോളറിനെ നിർത്തിയേക്കാം. അതല്ലെങ്കിൽ ഡൈപ്ലേറ്റ് പൈസ പ്രിന്റ് ചെയ്യുന്നത് പോലെ അതേപോലെ ഈ റോഡ് റോളറും നിങ്ങളെ എല്ലാവരെയും ഈ റോഡിൽ പ്രിന്റ് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോ എന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഈ ഡൈപ്ലേറ്റ് ചിപ്കുന്റെ കയ്യിൽ കൊടുത്തേ പറ്റൂ. ദാ, ഇതാണ് നീ ചോദിച്ച ഡൈപ്ലേറ്റ്. പക്ഷെ പ്ലീസ് ആ റോഡ് റോളറിനെ ഒന്ന് നിർത്ത്. വേണ്ട കേക്കോ, അത് തെറ്റാണ്. ഡൈപ്ലേറ്റ് ചിപ്കുവിന് കൊടുക്കണ്ട. എന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഞാൻ റൈറ്റും റോങ്ങും ഒന്നും നോക്കാറില്ല. സംഗതി കൊള്ളാം. ഇപ്പൊ ഞാൻ ഇറങ്ങുകയാണ്. ഒരു വലിയ തുക പ്രിന്റ് ചെയ്യാനുണ്ട്. അതുവരെ നിങ്ങളും ഈ റോഡ് റോളറിന്റെ അടിയില് റിലാക്സ് ആയിട്ട് പ്രിന്റ് ചെയ്തിട്ടിരിക്കുക. പക്ഷേ നീയല്ലേ പറഞ്ഞത് ഡൈപ്ലേറ്റ് നിനക്ക് തരികയാണെങ്കിൽ നീ ആ റോഡ് റോളർ നിർത്താമെന്ന്? ആണോ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? പക്ഷേ എനിക്കത് ഒട്ടും ഓർമ്മയില്ല. പിന്നെ എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു കാര്യവും ഞാൻ ഒരിക്കലും ചെയ്യാറുമില്ല. ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും. എന്റെ ദൈവമേ, ആ ചിപ്കു നമ്മളെ ചീറ്റ് ചെയ്തു. താങ്ക് യു സൂപ്പർ സ്പീഡോ. എത്രയും വേഗം എന്റെ കാലിലെ ഈ ഗ്ലൂവിനെ നിന്റെ അൾട്രാവേവ് ഹീറ്റ് കൊണ്ട് റിമൂവ് ചെയ്യേ. നീ മറ്റുള്ളവരെയും ഫ്രീ ആക്ക്. അതിനുള്ളിൽ ഞാൻ ചിപ്കുനെ ഫോളോ ചെയ്യാം. ഓക്കെ, ഞാനും പുറകിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുവരെ സൂക്ഷിക്കണം, കാരണം ഈ ഗം ഉരുകാൻ കുറച്ച് സമയമെടുക്കും.
എന്റെ ഗ്ലൂ പോലെ ഇവൻ എന്റെ പിന്നാലെ ഒട്ടി നിൽക്കുകയാണല്ലോ, വിട്ടു പോകുന്നില്ലല്ലോ. ചിപ്കു, ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ ഇനി ഒരു ചാൻസും ഇല്ല. അതിങ്ങിതാ, ആദ്യം ആ ഡൈ പ്ലേറ്റ് എന്റെ കയ്യിൽ തന്നേക്ക്. ആണോ? നിനക്കെന്താ ഡൈപ്ലേറ്റ് വേണോ? ഇന്നാ വാങ്ങിച്ചോ ഡൈപ്ലേറ്റ്. പക്ഷെ നിനക്കിത് വേണമെങ്കിൽ നീ എന്റെ ഈ ഗ്ലൂ സർക്കിൾ കടന്ന് അകത്തോട്ട് വരണം. ഒരു പക്ഷെ നീ ഇതിൽ കുടുങ്ങിപ്പോയാൽ പിന്നെ നിന്റെ കാര്യം പോക്ക. ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഇപ്പൊ ചിപ്കുനെ വകവരുത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ തറയിൽ കാല് വെക്കാതെ കാറ്റിൽ പറന്നോണ്ട് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാവുമ്പോൾ അവന്റെ ഗ്ലൂ എന്റെ കാലിൽ തൊടില്ല. എന്റെ ഈ വെഹിക്കിളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആന്റി ഗ്ലൂ കോട്ടിംഗ് കാരണം ഞാൻ ഒരിക്കലും ഗമ്മിൽ ഒട്ടില്ല. പക്ഷെ നീ എത്രയും പെട്ടെന്ന് അതിൽ കുടുങ്ങി പോകുന്നതായിരിക്കും. അവസാനം ചിപ്കുവിന്റെ ഈ ഗ്ലൂവിൽ വന്ന് നീ കുടുങ്ങി പോയില്ലേ? ഇനി നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ എങ്ങനെ നിൽക്ക്? ഞാൻ പോവാ, പറന്നു പോവാ. മരത്തിന്റെ മേലെ കൂടെ ചാടി ചാടി പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി ചിപ്കുനെ തടഞ്ഞു നിർത്താൻ അവസാനമായി ഒരൊറ്റ വഴിയേ ഉള്ളൂ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 168 അപ്ലൈ ചെയ്. Okay, buddy. Formula number 168 activating. Kiko, ipo nee endengilum cheyyu. എടാ, ചട്ടിയിൽ കിടക്കുന്ന മീൻ ചാടിയാലും തുള്ളിയാലും അവസാനം അതിനകത്ത് തന്നെ വീഴേണ്ടി വരും. എന്താ പറഞ്ഞ സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ യു ആർ അണ്ടർ അറസ്റ്റ്. കൊള്ളാം കിക്കോ, ഇന്ന് നീ ഡൈപ്ലേറ്റ്സിനെ രക്ഷിച്ചിട്ട് വീണ്ടും ഒരു കാര്യം നിരൂപിച്ചിരിക്കുകയാണ്. നീ ഇവിടെ ഉള്ളത് വരെ സൺസെറ്റിയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, എന്റെ ദൈവമേ, ഇത് നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? വിഷമിക്കണ്ട ഡോഡോ, ഈ ഡ്രോൺസ് നമ്മളെ ഡ്രോണോടെ അടുത്തേക്ക് കൊണ്ടുപോവാ. Drone, now you are on your own. You think that you are right, come and try to put up a fight. Dodo is our dear friend, your evil plans need to end. Dodo, hold on tight, we will fight for what is right. Drone, fly away, fly away, fly away. Fly away, fly away. വാവ് കിക്കോ, നിന്റെ ടാർഗറ്റ് വളരെ സൂപ്പർ ആണ്. ഒറ്റൊരു വാക്കിൽ പറയണമെങ്കിൽ അക്യുറേറ്റ്. താങ്ക്സ്. ഈ പ്രാക്ടീസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴും നമ്മുടെ ശത്രു അടുത്ത് തന്നെ ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല. ചില സമയത്ത് അവനെ ദൂരത്ത് നിന്നും കിക്ക് ചെയ്യേണ്ടി വരും. കായാക്കി കിക്കോ, 2 വേർഡ്സിൽ പറയണമെങ്കിൽ വെരി സ്മാർട്ട്. ഇതുപോലത്തെ ചില്ലറ കാര്യങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. കിക്കോ, എന്നെ പോലെ സ്ട്രോങ് ആയ ആളെറിയുന്ന ബോൾ നീ ഫേസ് ചെയ്യ.
കാരണം എല്ലാവർക്കും അറിയാം ഈ ടോണിയുടെ കയറി കളിച്ചാലുണ്ടല്ലോ. പടപട പപ്പടം. ഒരൊറ്റയടിക്ക് കലക്കി കളഞ്ഞു. ടോണി ബോസിന്റെ തലയിൽ കൊമ്പ് മുളച്ചിരിക്കുക. പെട്ടെന്ന് ആകാശത്ത് ഇത്രയും കാർമേഘം എവിടുന്നാ വന്നത്? এগুলো কি? അത് കാർമേഘമല്ല ട്വിങ്കിൾ, അതെല്ലാം ഡ്രോൺസ് ആണ്. ഡ്രോണോ എന്നുവെച്ചാൽ എന്താ സംഭവം? ഡ്രോൺസ് ചെറിയ ഒരു ഫ്ലൈറ്റിനെ പോലെയാണ്. അതിനെ പറപ്പിക്കാൻ പൈലറ്റിന്റെ ആവശ്യമൊന്നുമില്ല. അത് പറപ്പിക്കാൻ റിമോട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പൊ ചോദ്യം എന്തെന്നാൽ ഇത്രയധികം ഡ്രോൺ സൺസിറ്റിയിലെ സ്കൈയിലേക്ക് എങ്ങനെയാണ് വന്നത്? വരൂ നമുക്കതിനെ ഫോളോ ചെയ്യാം. മേയർ അങ്കിൾ, നിങ്ങൾ സൺസിറ്റിയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഷോ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ? പറയൂ. ഇല്ല മോളെ, ഞാൻ അങ്ങനെ ഒരു ഷോയും ഓർഗനൈസ് ചെയ്തിട്ടില്ല. R7 ബ്ലിങ്ക് ആവുന്നുണ്ട്, എന്ന് വെച്ചാൽ അടുത്തെവിടെയോ അപകടമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് സേഫായ സ്ഥലത്ത് പോയി പതുങ്ങിയിരിക്കൂ. അതിനുള്ളിൽ ഞാൻ എന്തെങ്കിലും ഐഡിയ ചെയ്യാം. ഓഹോ എന്റെ ദൈവമേ, ജസ്റ്റ് മിസ്സിൽ എസ്കേപ്പ് ആയി. ഞങ്ങൾ ചെന്ന് സേഫായ സ്ഥലം കണ്ടെത്താം. നീ സേഫ് ആയിരിക്കണം കിക്കോ. എന്റെ ദൈവമേ, രക്ഷിക്കൂ. കിക്കോ! വേഗം, അതിവേഗം R7 ന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, സൺസിറ്റിയിൽ ആരോ ഡ്രോൺ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ ഡ്രോണിൽ നിന്നും ഡോഡോയെ രക്ഷിക്കണം. എന്റെ ദൈവമേ, എന്നെ ആദ്യം താഴെ ഇറക്കി വിട് പ്ലീസ്, പ്ലീസ്. ഫോർമുല നമ്പർ 185 അപ്ലൈ ചെയ്യും. ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 185. വേഗം ചെല്ല് സൂപ്പർ സ്പീഡോ. ഫോർമുല നമ്പർ 124. ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 124. എന്റെ ദൈവമേ, ആരെങ്കിലും രക്ഷിക്കണേ.
തരങ്ങനെ ഇത്ര സോഫ്റ്റ് ആയത്? ഹലോ മൈ ഡിയർ ബ്രദർ, താങ്ക് യു. തക്ക സമയത്ത് നീ രക്ഷപ്പെട്ടു ഡോഡോ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഞാൻ പേടിക്കുന്നത് എന്നെ ഓർത്തല്ല, അത് അവരെ ഓർത്താണ്. സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. നമുക്ക് അവരെ എല്ലാവരെയും രക്ഷിക്കണം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 804. Applying formula 804. എന്റെ ദൈവമേ, ഇത് സൂപ്പർ ഡൂപ്പർ ആണ്. സൂപ്പർ സ്പീഡോ, സൂപ്പർ സ്പീഡോ കീക്കോയെയും അവരുടെ ഫ്രണ്ടിനെയും രക്ഷിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ആ ഡ്രോൺസ് പെട്ടെന്ന് എവിടെയാ കാണാതെ പോയത്? ഹലോ, ഡ്രോണുകളുടെ മാസ്റ്റർ ഡ്രോണിലേക്ക് എല്ലാവരെയും ഞാൻ വരവേൽക്കുന്നു. ഡ്രോണോ വലിയൊരു സയന്റിസ്റ്റ് ആണ്, പിന്നെ ഒരല്പം ഭ്രാന്തനുമാണ്. ഡ്രോണോയോ, നീ ചെയ്ത കാര്യമുണ്ടല്ലോ, അതിനെ ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ റോങ്. ഡ്രോണോക്ക് ഏതാണ് റൈറ്റ് എന്ന് തോന്നുന്നു അത് ഞാൻ ചെയ്യും, അതാണ് റൈറ്റ്. ഡ്രോണോ ഒരല്പം സയന്റിസ്റ്റ് ആണ്, പിന്നെ ഒരല്പം ഭ്രാന്തനും കൂടിയാണ്. കാട്ടില്ലാടുന്നത് മയിലാണ്. ടോണി ബോസ് വളരെ വീക്കാണ്. മിസ്റ്റർ ഡ്രോണോ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അതാദ്യം പറയൂ. മേയർ സാർ, എന്തിനാ ഇത്രക്ക് ധൃതി കൂട്ടുന്നത്? പേഷ്യൻസ്. ഡ്രോണോ ഇപ്പോൾ ഒരല്പം നിങ്ങൾ എല്ലാവരെയും പേടിപ്പിക്കും, പിന്നെ ചെയ്യുന്നതിനെല്ലാത്തിനും ഒരു റീസണും പറയുന്നതായിരിക്കും. കീക്കോ, മൈ ഡിയർ ഫ്രണ്ട്, ഞാൻ ഓട്ടോ റിക്കവറി മോഡിലേക്ക് പോയേ പറ്റൂ. കാരണം ഡ്രോണിന്റെ അറ്റാക്ക് കാരണം എന്റെ സിസ്റ്റം ബ്ലോക്ക് ആയി പോയി. ഓക്കെ സൂപ്പർ സ്പീഡോ, പക്ഷേ വേഗത്തിൽ വേണം. എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. Okay, Kiko. വേഗം, മതി വേഗം. R7 അകത്തേക്ക് സൂപ്പർ സ്പീഡോ കാർ പോകട്ടെ. എനിക്കൊരു കാര്യമാണ് മനസ്സിലാകാത്തത്. ആ ഡ്രോൺ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ളവരെ മാത്രം എന്തിനാ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയത്? അതിനെന്തായിരിക്കും റീസൺ? ഒരു പക്ഷെ നിന്നെ വെച്ച് അയാളെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവോ? ഇപ്പോൾ സൂപ്പർ സ്പീഡോ ഇല്ലാതെ തന്നെ ഞാൻ ഇവരെ ഡീൽ ചെയ്തേ പറ്റൂ. ഹലോ കിക്കോ, ഐ ആം ഡ്രോണോ. ഞാൻ ഒരല്പം സയന്റിസ്റ്റ് ആണ്, ഒരല്പം ഭ്രാന്തനുമാണ്. ഇപ്പൊ നീ സ്ക്രീനിൽ കണ്ടു കാണുമല്ലോ. നിന്റെ എല്ലാ ഫ്രണ്ട്സും, നിന്നെ അറിഞ്ഞവരെല്ലാവരും ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഡ്രോണോ, നീ ഇപ്പോൾ ചെയ്യുന്നത് വളരെ തെറ്റാണ്. എത്രയും പെട്ടെന്ന് അവരെയൊക്കെ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടേക്ക്.
ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് മുമ്പ് നിന്റെ ഫ്രണ്ടും അതാണ് പറഞ്ഞത്. പക്ഷേ അവനോട് പറയാത്തൊരു ഉത്തരം ഇപ്പൊ ഞാൻ നിന്നോട് പറയാൻ പോവുകയാണ്. നിന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കുന്ന കാര്യം അതിപ്പോ നിന്റെ കയ്യിലാണുള്ളത്. അവരെ രക്ഷിക്കാനായി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അതെനിക്ക് അറിയാമല്ലോ. നീ എനിക്ക് വേണ്ടി ചെറിയൊരു കാര്യം ചെയ്യുവാനുണ്ട്. നിന്റെ R7-നെ എനിക്ക് വിട്ടു തന്നേക്ക്. അത് വളരെ ഈസിയായ കാര്യമല്ലേ? നീ നിന്റെ R7 അതിലാണല്ലോ നിന്റെ സൂപ്പർ സ്പീഡോയുള്ളത്. അതിങ്ങ് തന്നേക്ക്. പിന്നെ നിന്റെ ഫ്രണ്ട്സിനെ നീ കൊണ്ടുപോയിക്കോ. വേണ്ട കിക്കോ, നീ അത്ര ഒരു തെറ്റ് ചെയ്യണ്ട. മിസ്റ്റർ ഡ്രോണോ നിന്റെ R7-നെയും സൂപ്പർ സ്പീഡിനെയും തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ആ കുട്ടി പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ ഇപ്പോ നിന്റെ കൈവശം ഒരു ഓപ്ഷനുമില്ല കിക്കോ. നിന്റെ ഫ്രണ്ട്സിനെ നീ വീണ്ടും ജീവനോടെ കാണണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നീ ചെയ്തേ പറ്റൂ. നിനക്ക് ഞാൻ 1 hour ടൈം തരാം. ഒരു കാര്യം ഓർക്കണം, ഞാൻ ഒരൽപ്പം സയന്റിസ്റ്റുമാണ്, ഒരൽപ്പം ഭ്രാന്തനുമാണ്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. കീക്കോ, ഞാൻ ഫുള്ളായി റിക്കവർ ആയി കഴിഞ്ഞു. എന്താ ചെയ്യേണ്ടത് പറയൂ. നീ ആകെ വല്ലാത്തൊരു ടെൻഷനിലാണല്ലോ. സൂപ്പർ സ്പീഡോ, ഡ്രോണോയ്ക്ക് R7-ന്റെ വാച്ച് വേണമെന്ന്. അവൻ എനിക്ക് വെറും 1 മണിക്കൂർ സമയമേ തന്നിട്ടുള്ളൂ. ഇറ്റ്സ് ഓക്കെ ബ്രോ. അതിനെന്തിനാ നീ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? സിമ്പിൾ ഡിസിഷൻ. എന്നെ ഡ്രോണിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഫ്രണ്ട്സിനെ രക്ഷിക്കൂ. അത് വേണ്ട സൂപ്പർ സ്പീഡോ, നീ ഇല്ലാതെ ഞങ്ങൾക്കൊരു ജീവിതമേ ഇല്ല. 1 മണിക്കൂർ ഡെഡ്ലൈൻ തീരാൻ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. ഇപ്പോഴെന്തോ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു എത്തും പിടിയില്ല. ഒരു സൈഡിൽ R7 ആൻഡ് സൂപ്പർ സ്പീഡോ. അതാണ് ഞാൻ പറയുന്നത് ബഡി. ഞാനൊരൊറ്റ ആളല്ലേ. അവരവിടെ എത്ര പേരുണ്ട്? എന്നെ കുറിച്ച് പിന്നീട് ആലോചിക്കാം. ആദ്യം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കൂ. വേഗം, അതിവേഗം R7-നകത്തേക്ക് സൂപ്പർ സ്പീഡോ കാർ പോകട്ടെ. നീ എന്താണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് കീക്കോ? ഞാൻ എന്റെ R7 നിങ്ങൾക്ക് വിട്ടുതരാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാനത് അവിടെ വന്നിട്ട് തരൂ. ഓ, സ്മാർട്ട് ബോയ്. ഡ്രോൺ ഒരൽപ്പം സയന്റിസ്റ്റുമാണ്, അതേപോലെ ഒരൽപ്പം ഭ്രാന്തനുമാണ്. നീ വിഷമിക്കണ്ട. എന്റെ ദൈവമേ, ഇത് നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? വിഷമിക്കണ്ട ഡോഡോ, ഈ ഡ്രോൺസ് നമ്മളെ ഡ്രോണോയുടെ അടുത്തേക്ക് കൊണ്ടുപോവാ. Drone, now you are on your own. You think that you are right, come and try to put up a fight. Dodo is our dear friend, your evil plans need to end. Dodo, hold on tight, we will fight for what is right. Drone, fly away, fly away, fly away. Fly away, fly away. വെൽക്കം കിക്കോ, വെൽക്കം. നിന്നെ ഇങ്ങനെ വളരെ അടുത്തു വെച്ച് കാണുമ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ട്. കാരണം ഞാൻ ഒരൽപ്പം സയന്റിസ്റ്റുമാണ്, ഒരൽപ്പം ഭ്രാന്തനുമാണ്. കിക്കോ, എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം. നീ വളരെ ഇന്റലിജന്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ നിന്റെ ഇന്റലിജൻസ് കാണിച്ചാൽ അത് നിന്റെ ഫ്രണ്ട്സിന് ആപത്തായി മാറുന്നതായിരിക്കും. വേണ്ട ഡ്രോണോ, അതിന്റെ ഒന്നും ആവശ്യമുണ്ടാവില്ല. ദാ പിടിച്ചോളൂ R7. സൂപ്പർ സ്പീഡോ ഇതിനകത്താണുള്ളത്. ടിങ്കിളെ, കീക്കോ എന്തിനാണ് ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? ടെമ്പോ അണ്ണ, ഇത് അത്ര സിമ്പിൾ ആയ കാര്യമൊന്നുമല്ല. തീർച്ചയായിട്ടും കീക്കോ എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം അവൻ എപ്പോഴും തന്റെ R7 റൈറ്റ് ഹാൻഡിലാണ് കെട്ടിയിരിക്കുന്നത്. പക്ഷെ ഈ പ്രാവശ്യം അവൻ ലെഫ്റ്റ് ഹാൻഡിലാണ് കെട്ടിയിരുന്നത്.
വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. മിസ്റ്റർ ഡ്രോണോ, ഇതുപോലെ നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും R7 നിന്ന് സൂപ്പർ സ്പീഡോ കാർ പുറത്തേക്ക് വരില്ല. കാരണം ഒറിജിനൽ R7 എന്റെ കയ്യിലാണുള്ളത്. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. മിസ്റ്റർ ഡ്രോണോ, ഇപ്പോൾ നിന്റെ കയ്യിലുള്ളത് അത് R7ന്റെ വെറും ഒരു 3D ഡിസൈൻ ആണ്. ഒറിജിനൽ R7നെ മറച്ചു വെക്കാനായി ഞങ്ങൾ ഇത്തരം ഒരു ഇൻവിസിബിൾ ഗ്ലൗസ് ഉണ്ടാക്കി. ഒരിക്കലും നീ എന്റെ അടുത്ത് ഇങ്ങനെ കളിക്കരുതായിരുന്നു കീക്കോ. ഡ്രോണോ ഒരൽപ്പം സയന്റിസ്റ്റുമാണ്, അതുപോലെ ഒരൽപ്പം ഭ്രാന്തനുമാണ്. ഇപ്പോൾ നീ എനിക്ക് ഭ്രാന്ത് പിടിച്ച് കാണാൻ പോവുകയാണ്. സൂപ്പർ സ്പീഡോ, വേഗം, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തേക്ക് പോണം. വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ, ഡോർ ക്ലോസ് ചെയ്യാൻ പോവാണ്. സൂപ്പർ സ്പീഡോ, ഇത്രയും ഡ്രോൺസിനെ എനിക്കൊരു ഒറ്റ കിക്ക് കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഞാൻ മാസ്റ്റർ ഡ്രോണിന്റെ വെപ്പൺ സെക്ഷൻ കണ്ടു. ഒരുപക്ഷെ നമ്മളത് ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ ഈ ഡ്രോൺസും നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. വെരി ഗുഡ് സൂപ്പർ സ്പീഡോ, നിന്റെ ടാർഗറ്റ് വളരെ കറക്റ്റ് ആയിരുന്നു. നീ എന്റെ മാസ്റ്റർ ഡ്രോൺ നശിപ്പിച്ചു കളഞ്ഞുവല്ലേ. ഞാൻ നിന്നെ വെറുതെ വിടില്ല കീക്കോ. സൂപ്പർ സ്പീഡോ, നീ ഇവരെയൊക്കെ വളരെ സേഫ് ആയിട്ട് കൊണ്ടുപോയേക്ക്. ഡ്രോണോയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എടാ മണ്ണുണ്ണി മരമണ്ട, ആരോടാണോടാ നിന്റെ ഈ കളി? പീസ് പീസായി കട്ട് ചെയ്ത് ഞാൻ നിന്നെ പിക്കിളിട്ട് കളയും. സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഈ ഡ്രോണോയെ പൊക്കിയെടുത്ത് ജയിലിലിടുമെന്നാ പറഞ്ഞത്. കൊള്ളാം, വളരെ നല്ല കാര്യം. കീക്കോ, നിന്റെയും സൂപ്പർ സ്പീഡോയുടെ ഫ്രണ്ട്ഷിപ്പിനെയും കുറിച്ച് പറയാൻ വാക്കുകളില്ല. എന്തുമാത്രം ഡേഞ്ചറസ് ആയവനാണിവൻ. നീ വളരെ പ്ലാനിങ്ങോടെ ഡ്രോണോയെ തോൽപ്പിച്ചിരിക്കുകയാണ്. മേയർ അങ്കിൾ,
നമ്മുടെ മൊത്തം പവറും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് കിട്ടുന്നത്. ഫ്രണ്ട്ഷിപ്പിനേക്കാളും ഉയർന്ന പവർ വേറൊന്നുമില്ല. അത് ശരിയാ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പക്ഷേ എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ ഞാൻ ആ ഡ്രോണോയെ നേരത്തെ തന്നെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്നെ പ്രാവം ഒന്ന് കടിക്കട്ടെ. എന്റെ പേര് കാൽ. ഞാൻ ടൈം സ്റ്റോപ്പർ ആണ്. ആർക്കെങ്കിലും അത് തടയാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ മാത്രമാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ കാർ. നിങ്ങൾക്കിപ്പോ എന്താണ് വേണ്ടത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. സംഗതി കൊള്ളാലോ ട്വിങ്കിൾ. ഇവിടുത്തെ ഐസ്ക്രീം കഴിക്കാൻ എന്ത് ടേസ്റ്റാ. രസത്തിനെക്കാളും രസം, അതിഭയങ്കര രസം. കാരണം ക്വിസ് കോമ്പറ്റീഷനിൽ എനിക്ക് എന്താ ലഭിച്ചതെന്ന് അറിയോ? ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ സെലക്ഷൻ. അതുകൊണ്ടാണ് ഈ സെലിബ്രേഷൻ. കൊള്ളാൻ ട്വിങ്കിൾ. ഇപ്രാവശ്യം നീ തന്നെയായിരിക്കും ശരിക്കും ജയിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇവർ രണ്ടാളിലും ആരും ജയിക്കില്ല. 2 ഐസ്ക്രീമും ഒരുമിച്ച് കഴിച്ചു തീർത്തു. 2 ഐസ്ക്രീം തരൂ പ്ലീസ്. ഇത്ര വലിയൊരു തുക നമ്മൾ കയ്യിലെടുത്തോണ്ട് പോകുന്നത് വളരെ അപകടം പിടിച്ച പണിയാണ്. എത്രയും പെട്ടെന്ന് ഈ പൈസ എനിക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേ പറ്റൂ. അതിനു മുമ്പ് ഏതെങ്കിലും കള്ളൻ ഇങ്ങോട്ട് വന്ന് ഈ പണം അടിച്ചു മാറ്റി പോയാലോ? കഥക് തുറക്കുമ്പോൾ ചിലപ്പോൾ സൗണ്ട് കേൾക്കും ഖട്ട് ഖട്ട്. ബാങ്കിൽ കൊണ്ടുപോയി പണം ഡിപ്പോസിറ്റ് ചെയ്താൽ അവനെയാണ് പറയുന്നത് ഡിറ്റക്റ്റീവ് ചാറ്റ്പാറ്റ്. കലക്കി സാറേ, എന്തൊരു പോയിന്റാ പറഞ്ഞത്. ഞാൻ എന്റെ നോട്ട് പാഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സിംഹത്തിന്റെ ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയ ആട്ടുംകുട്ടിയെ ചെന്നായി പിടിച്ച കഥ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് നമ്മുടെ കഥയും. എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, വിഷമിക്കേണ്ട ഒരു കാര്യമില്ലെന്നേ. അദ്ദേഹം നിങ്ങളെയും നിങ്ങളുടെ കയ്യിലുള്ള പൈസയും സേഫ് ആയിട്ട് ബാങ്കിൽ കൊണ്ട് എത്തിക്കുന്ന പറയുന്നേ. മമ്മി, ദയവ് ചെയ്ത് എന്റെ കാശ് നിരീക്ഷിക്കണേ. ഇതാര്? ടോണിയോ? നിങ്ങൾ എങ്ങനെയാ ഇവിടെ വന്നത്? കാരണം ഞങ്ങളുടെ ടോണി ബോസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പാർട്ടിയും മിസ് ചെയ്യില്ല, അല്ലേ ബോസ്? മധുരമില്ലാത്ത ഹൽവ വേസ്റ്റ് ആണ്. ടോണി ബോസ് എല്ലാ കാര്യത്തിലും വളരെ ലാസ്റ്റ് ആണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. പടപടപടം. എന്നാ പിടിച്ചോ, നിങ്ങൾക്ക് 3 പേർക്കും ഇത് ഐസ്ക്രീം. എല്ലാം കൂടെ ചേർത്ത് എത്രയായി അങ്കിൾ? ടെമ്പോ അണ്ണ, നിങ്ങൾ ഈ കോഴിയും പിടിച്ചോണ്ട് എങ്ങോട്ടാ പോകുന്നത്? വീട്ടിലേക്ക് തന്നെയാ. എന്താ കാര്യം എന്നറിയാവോ? ജനങ്ങൾ പട്ടിയെ വളർത്തുന്നുണ്ട്, പൂച്ചയെ വളർത്തുന്നുണ്ട്. പക്ഷെ ടെമ്പോ ആണ് എന്റെ പെറ്റ്. ടെമ്പോ ആണ് എന്റെ സ്റ്റൈല് പോലെ വളരെ ഡിഫറെന്റ് ആയിരിക്കണം. അയ്യോ, ഇപ്പൊ ഞാന് കോഴി വളർത്താൻ പോവുകയാ. പിന്നെ അതിൽ നിന്നും കിട്ടുന്ന ഓരോ മുട്ടയും ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കും. കൊള്ളാം. അപ്പൊ ഞാൻ ദിവസവും നിങ്ങളെ വീട്ടിൽ വന്ന് ഓംപ്ലേറ്റ് കഴിച്ചേക്കാം. കൊടുവാ.
അയ്യോ, എന്റെ കോഴി എങ്ങോട്ടാ പോയത്? അത് പറന്നു പോയോ? എന്റെ പൈസ എങ്ങോട്ടാ പോയത്? മമ്മി, ഈ മുളക് എങ്ങനെ എന്റെ കയ്യിൽ വന്നേ? ഓ, എന്റെ വായി നാക്കെല്ലാം എരിയുന്നു. ആദ്യം ലോലിപോപ്പ് കഴിക്കണം. എടാ, ആ ലോലിപോപ്പ് എവിടെയാടാ? എനിക്ക് കൂൾ ഡ്രിങ്ക്സ് വേണം. എന്റെ സൈക്കിൾ എങ്ങോട്ടാ പോയത്? എന്റെ കാർ എവിടെ? കാർ വിട്ടേക്ക്. ആദ്യം ആരെങ്കിലും വന്ന് എന്റെ മേളിൽ കിടക്കുന്ന ഈ ട്രക്ക് ഒന്ന് മാറ്റൂ. എല്ലാ സാധനങ്ങളും പെട്ടെന്ന് എങ്ങനെയാ കാണാതെ പോയത്? എന്താ എന്താ പറ്റിയത് കീക്കോ? എല്ലാം ഓക്കെ തന്നെയല്ലേ? അറിയില്ല മേയർ അങ്കിൾ, സാധനങ്ങളെല്ലാം തന്നെത്താനെ കാണാതെ പോവാണ്. കാണാതെ പോകുന്നു എന്ന് വെച്ചാൽ എന്റെ ഈ കാശും കാണാതെ പോവോ? ജൂനിയർ, എന്റെ കൂടെ വാ, നമുക്കിന്ന് കള്ളനെ പിടിക്കാം. മേയർ അങ്കിൾ, നിങ്ങൾ വിഷമിക്കണ്ട. കീക്കോ ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങൾ ആ പൈസ കീക്കോയുടെ കയ്യിൽ കൊടുത്തേക്ക്. 2 വാക്കിൽ പറയണമെങ്കിൽ, ആ പണം കീക്കോയുടെ കയ്യിലുണ്ടെങ്കിൽ അത് സൂപ്പർ സേഫ് ആയിരിക്കും. എന്റെ കാശ് മൊത്തം പോയല്ലോ. ഇപ്പൊ അതും എങ്ങനെയാ കാണാതെ പോയത്? നമുക്ക് ചെന്ന CCTV ക്യാമറ ഫുട്ടേജ് ചെക്ക് ചെയ്യാം. എന്താ സംഭവിച്ചെന്ന് നമുക്ക് കണ്ടെത്താം. ഒരു മിനിറ്റ്, പോലീസ് അങ്കിൾ, ഇതാണ് ഞാൻ പറഞ്ഞ ഫുട്ടേജ്. പ്ലീസ് അതൊരല്പം റിവൈൻഡ് ചെയ്യോ. ഇപ്പൊ അത് പ്ലേ ചെയ്യൂ. ഇതിൽ നോക്കിയിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. സാധനങ്ങളൊക്കെ പെട്ടെന്ന് എങ്ങനെയാ കാണാതെ പോകുന്നത്? ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അത് പോയി കാണും. R7 ബ്ലിങ്ക് ആവുന്നുണ്ട്, എന്നുവെച്ചാൽ അടുത്തെവിടെയോ അപകടമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ R7ന്റെ സിഗ്നൽ ദേ അങ്ങോട്ടാണ് കാണിക്കുന്നത്. മമ്മി, ആ സൈഡിലാണ് ഇന്നൊരു പുതിയ ജ്വല്ലറിയുടെ കട തുടങ്ങിയിട്ടുള്ളത്. ഇതുപോലെ ഇനി ആ ജ്വല്ലറിയും കാണാതെ പോയാലോ? എന്താ ചെയ്യാ? വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ ഇവിടെയുള്ള ജ്വല്ലറീസ് എല്ലാം സേഫ് ആണ്. ഞാൻ ഉടനെ തന്നെ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. ഇനി ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഹലോ ബഡി കീക്കോ, കുട്ടി കുറുമ്പുകൾ ചെയ്യണമോ അല്ലെങ്കിൽ ഗുസ്തി ചെയ്യണമോ? വേഗം പറയൂ. സൂപ്പർ സ്പീഡോ, എനിക്കൊരു സംശയമുണ്ട്. ഈ ജ്വല്ലറി ഷോപ്പിൽ എന്തോ പ്രശ്നമുണ്ടാവുമെന്ന് തോന്നുന്നത്. ഫോർമുല നമ്പർ 36 അപ്ലൈ ചെയ്യ്. ഓക്കെ ബഡി, അപ്ലൈയിങ് ഫോർമുല നമ്പർ 36. ഇപ്പൊ ക്യാമറയുടെ ഫുട്ടേജ് നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം. തക്കാളി വാങ്ങിക്കോ, തക്കാളി വാങ്ങിക്കോ, തക്കാളി വേണോ? തക്കാളി. ആരെങ്കിലും ഈ ജ്വല്ലറിയിൽ കയറി കൊള്ളയടിക്കാൻ ശ്രമിച്ചാൽ അവര് ഞാൻ ഈ ഗണ്ണ് കൊണ്ട്, അല്ലല്ല, ഈ പുതിയ എലി കൊണ്ട്, അല്ല, ഈ എലി ഇപ്പൊ എവിടുന്നാ വന്നത്? എന്റെ ഗണ്ണ് കാണുന്നില്ലല്ലോ. ഗണ്ണിന്റെ കാര്യം വിട്ടേക്കൂ, അങ്ങോട്ടൊന്ന് നോക്കൂ. ഇതെങ്ങനെയാ സംഭവിച്ചത്? ജ്വല്ലറി എങ്ങനെയാ തക്കാളിയായി മാറിയത്? എന്റെ ദൈവമേ, ഇത്ര അധികം തക്കാളിയോ? സൂപ്പർ സ്പീഡോ, നിന്റെ ക്യാമറയുടെ ഫുട്ടേജ് ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണിക്കാമോ? ഓക്കെ കീക്കോ. സൂപ്പർ സ്പീഡോ, ഒരല്പം കൂടി സ്ലോ ചെയ്ത് കാണിക്കേ. ഒരല്പം കൂടി സ്ലോ ചെയ്ത് കാണിക്കൂ ബഡ്ഡി. ഓക്കെ കീക്കോ, ഇപ്പൊ ഞാൻ ഈ ഫുട്ടേജിന് അൾട്രാ സ്ലോ മോഷനിൽ കാണിക്കാം. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ റോബറി.
സൂപ്പർ സ്പീഡോ, ഇപ്പൊ ഇതേ ഫുട്ടേജ് എനിക്ക് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്ക്. അതെങ്ങനെയാ സംഭവിച്ചത്? ഈ ഫുട്ടേജ് 3 മിനിറ്റിന്റേതാണ്. പക്ഷെ ഈ ഫുട്ടേജിന്റെ ആദ്യം മുതൽ അവസാനം വരെ ആ കാണുന്ന വാൾ ക്ലോക്ക് ഒരേ സമയമാണ് കാണിക്കുന്നത്, അതായത് 3:15. വാൾ ക്ലോക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ നോ. അത് കണ്ടോ? ഷെടാ, പറഞ്ഞത് ശരിയാണല്ലോ. എന്നാ പിന്നെ അതെങ്ങനെ സംഭവിച്ചത്? എനിക്ക് മനസ്സിലായി, ആരോ ഒരാൾ ടൈം നിർത്തിവെച്ചിട്ടാണ് കൊള്ളയടിക്കുന്നത്. ഇതുപോലെ മറ്റുള്ള സാധനങ്ങളും കാണാതെ പോയതിന് കാരണം അവൻ തന്നെയായിരിക്കും. അയ്യോ, ആരാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൻ എങ്ങനെ ടൈം തടഞ്ഞു നിർത്തുന്നത്? ടൈം എന്റെ കൺട്രോളിലാണ്, കാലം ഇപ്പോൾ എന്റെ കൺട്രോളിലാണ്. സൂപ്പർ സ്പീഡോ, വേഗം അങ്ങോട്ട് ചെല്ല്. ഓക്കെ കീക്കോ. എന്റെ പേര് കാൽ, ഞാൻ ടൈം സ്റ്റോപ്പറാണ്. ആർക്കെങ്കിലും അത് തടയാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ മാത്രമാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ കാർ. നിങ്ങൾക്കിപ്പോ എന്താണ് വേണ്ടത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. അയ്യോ, അത് എന്റെ കോഴിയാണ്. അതെന്റെ ലോലിപോപ്പാണ്. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഞാൻ നിന്നെ വെറുതെ വിടില്ല. സോളിഡ് ആയിട്ട് ഒരു ആക്ഷൻ മൂവി ഇപ്പൊ കാണാൻ പറ്റുന്ന തോന്നുന്നത്. പോപ്കോൺ കഴിച്ചോണ്ട് കണ്ട് രസിക്കാം. ടൈമിനെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. കാൽ ലല്ലൻ ടോപ്പാണ്. ആക്ഷൻ ഷോ ഇപ്പോൾ ഞാനാണ് കാണാൻ പോകുന്നത്. എന്റെ അമ്മോ! സോറി ടെമ്പോ അണ്ണ, ഞാൻ അറിയാതെ അങ്ങനെ. അതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. ഇതൊക്കെ ചെയ്തത് ആരാണെന്ന് എനിക്കറിയാം. എന്റെ കൈകൾ മാത്രമല്ല, എന്റെ കാലുകൾ, കണ്ണ്, കാത്, മൂക്ക് എല്ലാം ചെയ്യും. ടൈമിനെ ഞാൻ ചെയ്യുന്നു സ്റ്റോപ്പ്. കാലാണ് ലല്ലൻ ടോപ്പ്. മിസ്റ്റർ കാർ, ടൈമിങ്ങിനെ നിർത്തിവെച്ച് നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുതായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് നഷ്ടം ഏർപ്പെടാൻ ചാൻസ് ഉണ്ട്. വെറും ചാൻസസ് മാത്രമല്ല, നഷ്ടവും ഏർപ്പെടും. ഒരുപാട് നഷ്ടം. ഇന്നു മുതൽ ഈ സൺ സിറ്റി ഭരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. രാജാവിന്റെ കിരീടം എന്റെ തലയിലായിരിക്കും ഇരിക്കുക.
മനസ്സിലായല്ലോ? ടൈമിനെ ഞാൻ ചെയ്യുന്നു സ്റ്റോപ്പ്. ലല്ലൻ ടോപ്പാണ്. കോളിനോടാണോ നിന്റെ കളി? ഇനി മുതൽ നീ ഒരുപാട് കഷ്ടപ്പെടും. ജനങ്ങൾ നിങ്ങളെ എല്ലാവരെയും ചവിട്ടിയരച്ച് നാശമാക്കും. അതിനുള്ളിൽ സൺസിറ്റി മൊത്തം ഒരു റൗണ്ട് പോയി വന്നേക്കാം. ഞാൻ ചെയ്യുന്നു ടൈമിന് സ്റ്റോപ്പ്. കാലാണ് ലല്ലൻ ടോപ്പ്. സൂപ്പർ സ്പീഡോ, ഈ നെറ്റ് ഒന്ന് കട്ട് ചെയ്ത് എന്നെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് എടുക്ക്. ആ സ്റ്റാച്ചു താഴെ വീഴാതെ രക്ഷിക്കണം. കീക്കോ, നെറ്റിൽ നിന്നും നിങ്ങൾ എല്ലാവരും വേഗം പുറത്തേക്ക് വാ. ഒരുപാട് നേരത്തേക്കൊന്നും എനിക്ക് സ്റ്റാച്ചുയെ പിടിച്ചു നിർത്താൻ പറ്റില്ല. കാൽ എങ്ങോട്ടാണ് പോയത്? കൊള്ളാം, ഓടിപ്പോയി. പക്ഷേ കാൽ ടൈമിനെ എങ്ങനെയാണ് നിർത്തുന്നത്? ഞാൻ അവന്റെ കയ്യിൽ ഒരു റിമോട്ട് ഉള്ളത് കണ്ടു. ഒരുപക്ഷെ അത് വെച്ച്. അത് ഞാൻ പറയാം മോനെ. ഞാൻ റിസർച്ച് ചെയ്ത് ഒരു ടൈം സ്റ്റോപ്പിംഗ് റിമോട്ട് ഉണ്ടാക്കി. അതാരോ മോഷ്ടിച്ചോണ്ട് പോയി. അത് ശരി, നിങ്ങളുടെ ആ റിമോട്ട് കാലാണ് മോഷ്ടിച്ചത്. ആ റിമോട്ട് ഭയങ്കര പവർഫുൾ ആണ്. അതൊരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ടൈം നിന്നുപോകും. പിന്നെ അത് എപ്പോഴാ നോർമൽ ആകുന്നറിയോ? ആ റിമോട്ട് 2 പ്രാവശ്യം പ്രസ് ചെയ്യണം. ആരുടെ കയ്യിലാണ് ആ റിമോട്ട് ഉള്ളത് അവരെ മാത്രം നിന്നുപോയ ടൈം ബാധിക്കില്ല. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആ റിമോട്ട് കൈക്കലാക്കണം. പക്ഷെ നമ്മൾ അതെങ്ങനെ ചെയ്യും? ഒരു വഴിയുണ്ട്. ഡോക്ടർ അങ്കിൾ, ആ റിമോട്ട് എത്ര മണിക്കാ മോഷ്ടിച്ചോണ്ട് പോയത്? ഏതാണ്ട് 2 മണിക്കൂർ മുൻപ്. ഇപ്പോൾ 3:45 ആണ് ടൈം. എന്ന് വെച്ചാൽ റിമോട്ട് ഏതാണ്ട് 1:45-നാണ് മോഷ്ടിച്ചിരിക്കുന്നത്. അഥവാ നമ്മളിപ്പോ ടൈമിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഈ റിമോട്ട് കൈക്കലാക്കാം. അവൻ മോഷ്ടിച്ചത് തടയുകയും ചെയ്യാം. ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ വാവ്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 111 അപ്ലൈ ചെയ്. ഫോർമുല നമ്പർ 111 ആക്ടിവേറ്റിംഗ്. ഞാനിപ്പോൾ റിവേഴ്സ് ടൈം സോൺ മോഡ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ടൈം പിന്നിലേക്ക് പോകും. നമ്മളെ 2 മണിക്കൂർ മുൻപുള്ള ആ സമയത്തിലേക്ക് കൊണ്ടുപോകും. റിമോട്ട് അടിച്ചു മാറ്റി ആ സമയത്തേക്ക് പോകാം. പക്ഷേ റിമോട്ട് ടൈം സോൺ നമ്മളെ ബാധിക്കില്ല. അതിനുവേണ്ടി ആന്റി ഷെല്ലെന്ന് കവർ ചെയ്യാൻ പോവുകയാണ്. കീക്കോ, 2 മണിക്കൂർ മുൻപ് എന്റെ ആ റിമോട്ട് എന്റെ പുതിയ ലാബിന്റെ മുകളിൽ നിന്നാണ് കളഞ്ഞുപോയത്. താങ്ക് യു ഡോക്ടർ അങ്കിൾ. കാലിന്റെ കയ്യിൽ അത് കിട്ടുന്നതിന് മുൻപ് ഞാനത് അടിച്ചു മാറ്റും. കാലിനോടാണോടാ നിന്റെ കളി? നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് അവിടെ എത്തുന്നതെന്ന് നോക്കട്ടെ. സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. Carl, you have taken it too far. Sun City needs to be saved. Carl, it's high time you behave. You're the one who stopped the time. You're the one who did the crime. We will go into the past. We will save the remote fast. Carl, now you've taken it too far. എത്രയും വേഗം നമുക്ക് മുകളിലേക്ക് ചെല്ലണം. ചെല്ല്, വേഗം ചെന്ന് നമുക്ക് ലിഫ്റ്റിൽ കയറാം. ലിഫ്റ്റിൽ നിങ്ങൾ രണ്ടുപേരും മേലോട്ടല്ല, വളരെ മുകളിലേക്കാണ് പോകാൻ പോകുന്നത്. ഞാൻ ടൈമിനെ ചെയ്യുന്നു സ്റ്റോപ്പ്. ഈ കാലാണ് ലല്ലൻ ടോപ്പ്. എത്രയും വേഗം നമുക്ക് അങ്ങോട്ട് ചെന്ന് എത്താൻ പറ്റും.
സൂപ്പർ സ്പീഡോ ലിഫ്റ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് ചാടണം. ലിഫ്റ്റ് പോയി. ഇനി നമ്മൾ ഈ പടി കയറി വേണം മുകളിലോട്ട് ചെല്ലാൻ. സൂപ്പർ സ്പീഡോ സൂക്ഷിച്ച്, നിന്റെ മുന്നിൽ ബോംബുകളുണ്ട്. സൂപ്പർ സ്പീഡോ നീ നിന്റെ സൈസ് ചെറുതാക്കി എന്റെ ഷോൾഡറിലേക്ക് വന്നേക്ക്. അടുത്തടുത്തുള്ള പടികൾ ഞാൻ ചാടി കടന്നു പോകും. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 62 അപ്ലൈ ചെയ്യ്. കാലെങ്ങോട്ടാ പോയത്? മുകളിലുണ്ട്. സൂപ്പർ സ്പീഡോ വേർഡ് സ്റ്റിക്ക് മോഡ് ഓൺ ചെയ്യ്. കാലിന് മുൻപ് നമുക്ക് മുകളിൽ ചെന്നെത്തണം. ആ റിമോട്ട് കൈക്കലാക്കണം. ഫോർമുല നമ്പർ 777 അപ്ലൈ ചെയ്യ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 904 അപ്ലൈ ചെയ്യ്. ഞാൻ ടൈമിനെ ചെയ്യുന്നു സ്റ്റോപ്പ്. ഈ കാലാണ് എപ്പോഴും ലല്ലൻ ടോപ്പ്. ഹലോ, നീയൊക്കെ തലകുത്തിന് നിന്ന് വെള്ളം കുടിച്ചാലും എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ യു ആർ അണ്ടർ അറസ്റ്റ്.